പറയാറുണ്ട് ഞാൻ ചക്കര ചക്കര എന്നുള്ളത് പറയുന്നത്. പിന്നെ നമ്മുടെ പ്രേക്ഷകർ ചക്കരയല്ലേ, അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചക്കര എപ്പിസോഡിലേക്ക് നമ്മുടെ ചക്കര ഓഡിയൻസിനെ ഞാൻ വെൽക്കം ചെയ്യാണ്. സ്വാഗതം. സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ ഗംഭീര എപ്പിസോഡിലേക്ക്, ചിരി അൺലിമിറ്റഡ് ആയിട്ടുള്ള എപ്പിസോഡിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു നമ്മുടെ എന്റെ ടീം മെമ്പർ. ചേട്ടന്റെ ഹെയർ സ്റ്റൈൽ മാറ്റിയോ ചേട്ടാ? അത്ര നന്നായിട്ടില്ല. വഴിയില്ലോ ശരിക്കും ലക്ഷ്മിയുടെ ശരിയാവാനുണ്ട്. ഞാൻ ഈ ഹെയർ സ്റ്റൈൽ ഏറ്റവും നാളുകളായിട്ട് ചെയ്തു. ചിന്തറ് തള്ളിയ പൂള് പോലെയൊക്കെ. ശരിക്കും പറയണു ചെക്സ് ഭയങ്കരമായിട്ട് ചേരുന്നുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. വെറുതെ പറഞ്ഞതാണ്. ഒരുപാട് ചെക്ക് കേസിലെ പ്രതിയാണ്. കഴിഞ്ഞ ആഴ്ച കൂടെ ഒരു ചെക്ക് തന്നു മടങ്ങിയതേ ഉള്ളൂ. അറ്റൻഷൻ കിട്ടാനായിട്ട് ഒരു അറ്റൻഷൻ സീക്കർ നമ്മുടെ കൂടെ ഉണ്ട്. ചേരാത്തൊരു കണ്ണടയും വെച്ചിട്ട് നമ്മൾക്കൊക്കെ ഇത് ചേരാത്ത കണ്ണടയും വെച്ചിട്ടുണ്ട്. സുമ ഇവിടെ വന്നതിന് ശേഷം എങ്ങനെയുണ്ട്? സുമയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങളാ സഭാകമ്പം കാരണം കണ്ണട വിളിക്കുമ്പോ എല്ലാരും വിചാരിക്കും ഞാൻ പെണ്ണാണെന്ന്. ശരിക്കും വീട്ടിൽ എന്താ വിളിക്കുക? വീട്ടിൽ പഠിക്കാൻ എന്നെ വീട്ടിൽ വിളിക്കണത് വാവേന്ന. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ എന്നെ വീട്ടിൽ വാവേന്ന് വിളിക്കണത്. വീട്ടിലും നാട്ടിലൊക്കെ കുറെ പേർക്ക് എനിക്ക് സുമേഷ് എന്ന പേരെന്ന് അറിയില്ല. ആരാ അങ്ങനെ വിളിക്കുക വാവേന്നുള്ളത്? വാവേന്ന് അമ്മച്ചിയാണ് വിളിക്കണത്. ആ വാവേനൊക്കെ വിളിക്കണമെങ്കിൽ എനിക്ക് അവനൊന്ന് കാണണം. അവനൊക്കെ എന്റെ ചേട്ടൻപുള്ളിയൊക്കെ വാവേന്ന് വിളിക്കണേ. ഇപ്പോഴും ഞാൻ ഈ സ്റ്റേജ് പരിപാടിക്ക് പോകുമ്പോഴേ നമ്മള് സുമേഷ് ചന്ദ്രൻ നയിക്കുന്ന സ്റ്റേജ് ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് പരിപാടിക്ക് ചെല്ലുമ്പോൾ ഇവൻ ഇതിന്റെ പ്രോഗ്രാം കോർഡിനേറ്റർ ആണ് ചേട്ടൻപുള്ളി. അതല്ല ലക്ഷ്മി പിൻവടിമേലിനൊക്കെ താഴെ പോകാനുള്ള പരിപാടിയാണോ? അപ്പൊ ഞാൻ കസേരയൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചാർട്ടൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോ ചേട്ടൻപുള്ളി ഈ കമ്മിറ്റിക്കാരൊക്കെ നിൽക്കുമ്പോ എടാ വാവേ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വാവേ വിളിക്കാൻ. മലയാള സിനിമയുടെ യുവനായകനും സ്റ്റാർ മാജിക് താരവുമായ വാവ നയിക്കുന്ന മെഗാ ഷോ എങ്ങനെയുണ്ട്? എനിക്കൊരു ഡൗട്ട് ഉണ്ട്. സുമേഷ് ചേട്ടാ, സ്വന്തം മക്കളുടെ മുമ്പിൽ നാട്ടുകാര് വാവേന്ന് വിളിക്കുമ്പോ എന്തോ ഒരു പ്രശ്നം, മാനസിക വെല്ലുവിളി നേരാടില്ലേ? സുമയുടെ കുട്ടികളെ പറ്റി പറയൂ. കുട്ടികള് രണ്ടുപേരാണ്, നല്ല മിടുക്കനും മിടുക്കത്തിയും. എന്താ അവരുടെ പേര്? അവര് വാവാച്ചാന്നാണ് വിളിക്കണേ. എന്റെ പപ്പായെന്ന് വിളിക്കണേ. പപ്പായി അങ്ങനെ അച്ചായി ഹസ്ബൻഡ് വിളിക്കണേ, വൈഫ് വിളിക്കണേ. സോറി. വിളിക്കുമ്പോഴേ എന്നെ പപ്പായെന്ന് വിളിക്കണ അവള്. പപ്പായിന്ന് വിളിക്കണ വൈഫ് ഏതാണ്ടെന്ന് വരും ഇല്ലേ? ചേട്ടന്റെ ഭാര്യ എന്താ വിളിക്കണേ? തിരിച്ചേട്ടന് പെട്ടെന്ന് നാണം വന്നു. പെട്ടെന്ന് എന്നിട്ട് ഓഡിയൻസ് ഒക്കെ എന്ത് വിചാരിച്ചാലും എന്താ വിളിക്കണേ? ബിനിച്ചേട്ടാന്ന് വിളിക്കണേ. അല്ല, ബിനിച്ചേട്ടനെ ചേച്ചി പൊന്നൂസേന്നൊക്കെ വിളിക്കും. അത് ഈ മുഖത്ത് നോക്കി ആരെങ്കിലും പൊന്നൂസെന്ന് വിളിക്കും. ചേച്ചി വിളിക്കാറുണ്ട്. പൊന്നൂസാണോ മണ്ടൂസാണോ ഏതാണ് ശരിക്കും? ടീമിന്റെ ഗേൾഫ്രണ്ട് എന്താ ടീമിനെ വിളിക്കണേ? കൊട്ടാന്നായിരിക്കും. സുമേഷ് ചേട്ടൻ ജനിച്ചപ്പോ വാവയായിരുന്നു, വലുതായപ്പോ പോത്തം വാവയായി. അത് കോമഡി ഉണ്ടോ? ഇല്ല. ആദ്യമായിട്ട് സ്റ്റാർ മാജിക്കിൽ ഇത്ര ഐക്യം ഒരേ സ്വരത്തിൽ നമ്മൾ പറഞ്ഞു. ശ്രീവിദ്യയുടെ അടുത്ത് ചോദിച്ചു അതിൽ കോമഡി ഉണ്ടോ? എന്നെ നന്ദു വിളിക്കണം കുംബൂച്ച. അതെന്താ പൂച്ച? ഒരു സ്പെഷ്യൽ ഡ്രിങ്കാ ചേച്ചി. കുംബൂച്ച എന്നുള്ള ഒരു ഡ്രിങ്ക് ആണ്. ഫ്ലോറിൽ പാടില്ല കേട്ടോടാ. ഇവിടെ എല്ലാവർക്കും നാണം വന്നോണ്ടിരിക്കുകയാണ്. ആലിസിന് എന്തോ ഒരു ആഗ്രഹം പറയാനുണ്ടെന്ന്. ആഗ്രഹമല്ല, എന്നെ വിളിക്കുന്ന ഒരു പേരുണ്ട്. പക്ഷെ ആ പേര് കേട്ടുകഴിഞ്ഞാൽ ചേച്ചിക്ക് പിന്നെ എന്നോട് ഭയങ്കര സ്നേഹമായിരിക്കും. പേര് പാപ്പു. എന്റെ വീട്ടിലും പട്ടിക്കുട്ടിയുടെ പേരാ. ഇവിടെ പാപ്പിന്ന് വിളിക്കും, അദ്ദേഹം അപ്പച്ചാന്ന് വിളിക്കും. അയാൾ പാപ്പിന്ന് വിളിക്കും. ഇനി
നമുക്ക് രണ്ടുപേരുടെ കാര്യം ഇപ്പൊ ലൈവായിട്ട് നമുക്ക് കേൾക്കാട്ടോ. കാരണം പലരുടെയും ഭർത്താവ് എന്ത് വിളിക്കുന്നു, ഭാര്യ എന്ത് വിളിക്കുന്നു, വീട്ടിലുള്ളവരെ പറ്റി നോണ പറയാം. സ്പോട്ടില് ഒരു അംഗം ഞാൻ ഏറ്റവും ആദ്യം മൃദുവിന്റെ അടുത്ത് ചോദിക്കണു. ഈ ന്യൂലി മാരിഡ് കപ്പിൾ ആയിരുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടുള്ള പേരൊക്കെ നല്ല ഓർമ്മയുണ്ടാവും. ഇപ്പൊ ഒരു വർഷമായി അല്ലേ? 2 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അന്ന് കുഞ്ഞൂട്ടാന്നായിരുന്നു വിളിച്ചിരുന്നത്. അന്ന് പിന്നെ ഒരു ആന്തോളനത്തിലൊക്കെ പറഞ്ഞു. ഇപ്പോഴത്തെ കാര്യമൊക്കെ പറയണു. അത് മോശമല്ലേ ഒരു ദാമ്പത്യ ജീവിതത്തിൽ? അപ്പോഴും വിളിക്കുന്നത് ഈ കുഞ്ഞൂട്ട വിളി ഇപ്പൊ കുറച്ച് കുറഞ്ഞു. അല്ലാണ്ട് പെരുമ്പാമ്പാക്കിന്ന് കുഞ്ഞൂട്ടം ചൈനീസ് പടക്കം ഇങ്ങ വാ, പിന്നെ പല്ലിക്കുഞ്ച് ഇങ്ങ വാ, പല്ലിക്കുഞ്ച് പല്ലിക്കുഞ്ച് അതെന്താണെന്ന് എനിക്കറിയാം. എന്താണ് ഉദ്ദേശിക്കണേ? മുട്ടത്തോട് ഇതൊക്കെ എന്നെ വിളിക്കണ പേര്. കുഞ്ഞൂട്ടാന്ന് കൊഞ്ചിച്ച് വിളിച്ചിരുന്ന ആള് കല്യാണം കഴിഞ്ഞ് 2 വർഷമായി ഇപ്പൊ മുട്ടത്തോട്. ഇപ്പൊ കുഞ്ഞൂട്ടാന്നല്ല, കുഞ്ഞായി. മൃദുലയുടെ മുഖം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. മുട്ടത്തോടുമായിട്ടുള്ള ആ ഷേപ്പ് ഉണ്ട് ചേച്ചി, അവളുടെ ഒരു മുട്ടത്തോടിന്റെ കണ്ടോ? ഒരിക്കലും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. സൂക്ഷിച്ചു നോക്കും. അല്ല, മുട്ട വളരെ നല്ലതല്ലേ? ഇത്ര നല്ലൊരു കൊച്ചിന്റെ മുഖത്തൊക്കെ നിനക്ക് എങ്ങനെ തോന്നിയ മുട്ടത്തോടുന്നൊക്കെ? ഇനി കുഞ്ഞൂട്ടാന്ന് വിളിച്ചിരുന്ന ആളെ ലാസ്റ്റ് മുട്ടത്തോട് വരെ എത്തി 2 വർഷത്തിന് ശേഷം. അങ്ങനെയാണെങ്കിൽ തിരിച്ച് എന്തായിരുന്നു വിളിച്ചിരുന്നേ അന്ന് ഇവിടെ അഭിമാനത്തോടെ പറഞ്ഞിരുന്നത്? അന്ന് ഏട്ടാന്നാണ് വിളിച്ചിരുന്നത്. പക്ഷെ ദേഷ്യം വരുമ്പോ ഞാൻ നിങ്ങൾ എന്ന് വിളിക്കും. ഏട്ടന് ഏറ്റവും അധികം ദേഷ്യം വരുന്നത് നിങ്ങൾ എന്ന് വിളിക്കും. നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ? അത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ പറയൂ, മൃദുവിന്റെ നോക്കണ്ട. എന്താ മൃദു വിളിക്കാറ്? ഏട്ടാൻ തന്നെ വിളിക്കാറ്. മാറ്റിയിട്ടില്ല? ഇല്ല, മാറ്റൊന്നുമില്ല. നിങ്ങൾ വിളിക്കുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരിക. മാറ്റാൻ എന്റെ സ്വഭാവം മാറിക്കഴിഞ്ഞാൽ മാറ്റാനുള്ള അവസരം കിട്ടുള്ളൂ. അതെ, ഞാൻ പണ്ട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞാൻ എന്തോരം നല്ല സ്വഭാവം കാണിച്ചിട്ട് എന്നെ വാവേന്ന് വിളിക്കുന്നത്. ശരി, നമുക്കിനി ഒരു കാര്യം ചോദിക്കേണ്ടത് നമ്മൾ ഇന്ന് വരാൻ പോണ ഗസ്റ്റിന്റെ അടുത്താണ്. മിസ്റ്റർ ശ്രീവത്സൻ മേനൻ. അദ്ദേഹം എന്താണ് നമ്മുടെ ഈ ഗസ്റ്റിനെ വീട്ടിൽ വിളിക്കണേന്ന് അതിനുത്തരം പറയാനായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം സ്വീറ്റ് ഹാർട്ട്, അതുപോലെ തന്നെ ശ്രീയുടെ സ്വന്തം സ്വീറ്റ് ഹാർട്ട്, നമ്മുടെ സ്വന്തം ശ്വേത മേനൻ. അപ്പോ ഈ ഒരു എൻട്രി ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയാനും കൂടെയാണ്. ചേച്ചി, വെൽക്കം ടു സ്റ്റാർ മാജിക്. അപ്പോ ശ്വേത ചേച്ചി, ചേച്ചി വരുമ്പോ തന്നെ ഒരു വൈബിന്റെ കാര്യം നമ്മൾ എല്ലാ ദിവസവും സംസാരിക്കാറുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇന്ന് ഒരു പേഴ്സണൽ ടോക്കിൽ കൂടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ചേച്ചി വരുമ്പോ വൈനും കൊണ്ടിരുന്നു. എന്നാ പറഞ്ഞത്? ചേട്ടന് എന്താ വേണ്ടേ? ഞാൻ ചേച്ചി വന്നപ്പോഴേ എന്റെ റിലേ പോയി, അതുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡിൽ പാട്ടില്ലട്ടാ. ഇല്ലേ? മാന ഒട്ടുമില്ല. എന്നാ ഒരു കുമ്പളങ്ങി കയ്യിലെടുത്ത് കുമ്പളങ്ങി അടിച്ചാൽ ഒരു കട്ടൻ ചായ. ഞാൻ പാടല്ല. ഞാൻ ഇന്ന് എന്ത് ദിവസമാണ് ആ ദിവസം ഞാൻ പാടൂല. ദൈവമേ, ഇങ്ങനത്തെ ഒരു മനസ്സ് പിന്നെ എന്നും തോന്നിച്ചായിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് കോമഡി കേൾക്കാൻ വേണ്ടി ഞാൻ വിളിച്ചു വെച്ചിരിക്കണേ. ഇവന്റെ ഒരു സ്റ്റാൻഡേർഡ് കോമഡി എന്ന് തന്നെ നമുക്ക് ഈ എപ്പിസോഡ് തുടങ്ങാം. എന്നിട്ട് ചേച്ചിയുടെ അടുത്ത് ചോദിക്കണേ നേരത്തെ കാര്യം. ആദ്യം ചോദിക്കാം. ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അടുത്തുള്ള പെട്ടിക്കടയിൽ നിന്ന് ഉപ്പുവെള്ളം ചോദിച്ചു. അപ്പോ അവര് തന്നത് മധുരമുള്ള വെള്ളമാണ്. അതാണ് സ്റ്റാൻഡേർഡ് കോമഡി. അതിൽ ഫസ്റ്റ് സ്റ്റാൻഡ് ഉണ്ട്. നമുക്കെല്ലാം ഇങ്ങോട്ട് തിരിഞ്ഞു ബാവക്കാരിയാണോ നിങ്ങൾ പറഞ്ഞത്? ഉല്ലാസ പണി പറ്റിച്ചല്ലോടാ. അല്ല, തമാശ കേട്ടിട്ട്. ലക്ഷ്മിജി, തമാശ കേട്ടിട്ട് അതല്ല ലക്ഷ്മിജി, ഈ ആഗ്രഹം ഞാനാ പറഞ്ഞത്. അത് ഏറ്റുപിടിക്കരുത്. അല്ല, ഇവിടെ എന്താ നടക്കുന്നേ? ലക്ഷ്മി, നടക്കണേ ചേച്ചി ഈ ധാരാവി അവിടെ തൊട്ടടുത്താണ്, ചേച്ചിയുടെ വീടിന്റെ അടുത്താണ്. അവിടെ നിന്ന് ഒരു കൊട്ടേഷൻ കൊടുക്കണം. എന്താ ഹാസ്യം നിറഞ്ഞു തുളുമ്പുന്നു. ഓ അതെ അതെ, തുളുമ്പട്ടെ. ബസ് സ്റ്റാൻഡ് കോമഡിയിൽ തുളുമ്പിക്കൊണ്ടിരിക്കുന്നു ഭയങ്കരമായിട്ട്. ചേച്ചി, നമ്മളിങ്ങനെ പറഞ്ഞു വന്നത് ഓരോരുത്തർ ഇപ്പൊ വീട്ടിലെ ഭാര്യമാരെന്താ വിളിക്കുക, ഫിയാൻസി എന്താ വിളിക്കുക, തിരിച്ച് ഹസ്ബൻഡ് എന്താ വിളിക്കുക, അങ്ങനെയൊക്കെയാണ് ചോദിച്ചത്. നിൽക്കുന്ന മനുഷ്യനെ ഫിയാൻസി എന്ന് പറഞ്ഞാ ചേട്ടാ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടല്ലോ. അതാട്ടോ സംഭവം. എപ്പോഴും എന്നോട് ചോദിക്കരുത്. ഞാൻ പിയാനോ വായിക്കുന്നു കേട്ടത്, ചേട്ടൻ വേറെ കേട്ടു. സുമേ വിളിക്കുന്നത്, അതായത് സുമേഷ് ചേട്ടനെ വൈഫും മക്കളും എല്ലാരും വാവേന്നാ വിളിക്കണേ. മക്കളല്ല,
മക്കള് പപ്പായി എന്ന് വിളിക്കുന്നത്. ഗേൾഫ്രണ്ട് ആയിരിക്കും അല്ലേ? ഗേൾഫ്രണ്ട് അല്ല, എന്റെ നാട്ടുകാർ മുഴുവൻ വാവേന്ന് വിളിക്കുന്നത്. പിന്നെ ചേട്ടൻപുള്ളി, ചേട്ടായും അച്ചായും അമ്മച്ചി. വാവാന്ന് പറഞ്ഞപ്പോഴേ വാവക്കാരും ചേച്ചിയുടെ ഭയങ്കര ലൈക്ക് ലാലി ഭയങ്കര എല്ലാവരും ഏറ്റെടുത്തൊരു കാര്യമൊക്കെ ആയിരുന്നു. അപ്പൊ വാവ സുഖമായിട്ടിരിക്കണമെന്ന് വാവ വലിയ കുട്ടിയായി. അതൊക്കെ പോട്ടെ, നമ്മുടെ ശ്രീവത്സൻ മേനൻ, അപ്പൊ അദ്ദേഹം എന്താ വീട്ടില് വിളിക്കുക ചേച്ചിയെ? എന്നെയോ? അമ്മു. അമ്മു. പിന്നെ ഇത്രയും കൂടെ സ്നേഹം കൂടുമ്പോ മൈ സ്വീറ്റ് ഹാർട്ട്, മൈ ഡാർലിംഗ്. ഇംഗ്ലീഷിലെ വിളിക്കുക ബാക്കി. പിന്നെ കുറച്ച് ഉമ്മ, അങ്ങനെല്ലാം തന്ന്. നമ്മക്കുണ്ടോ ഓരോ ഭാര്യ? അല്ല ഓരല്ല, ഒരു ഭാര്യ. ഉമ്മയും തരൂല. ഞാനതല്ല ആലോചിക്കണേ, നമ്മളെല്ലാം ഇതാ വിളിക്കണത്. ഈ വാവാ സുരേഷിനെ എന്നായിരിക്കും വീട്ടിൽ? ഓക്കെ, തിരിച്ച സ്നേഹം വരുമ്പോ കണ്ണാണ്. ഇത്രയും കൂടെ ഏതിന് 2 പേരെ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ. ഒന്ന് എന്നെയും ഒന്ന് ഡയലോഗ്. വാത്സല്യത്തിലെ മമ്മൂട്ടി ചാരികസേരനെ എന്റെ കാലെ കെട്ടിയിരിക്കുമല്ലോ, അങ്ങനെ മുറുക്കാനൊക്കെ മുറുക്കിക്കൊണ്ടിരിക്കുമ്പോ വന്ന് പൊന്നൂസേത് വിളിക്കുന്ന വിളിയോ ചേച്ചിക്ക് എന്റെയൊക്കെ വീട്ടിൽ എപ്പോഴും എല്ലാരും കൊള്ളാം. എന്നെയൊക്കെ വിളിച്ച് പൊന്നൂസേന്നൊക്കെ വിളിക്കണമെങ്കിൽ ലെറ്റർ എഴുതിയിട്ട് ഇട്ട് തരണം. വെറുതെ അഭിനയിക്കാണ്, ഓവർ ആക്ടിംഗ് ആണ്. ഫാമിലി മൊത്തം ഇവിടെ വന്നിരുന്നു. വൈഫിന്റെ പേര് ധന്യ. പൊന്നൂസേട്ടാ ഇന്നവരെ വിളിക്കാൻ കേട്ടിട്ടുണ്ട്. അല്ല, ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട്. ഞാൻ മൂപ്പരുടെ വീട്ടിൽ, എന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ഇങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പൊന്നൂസ് പോയിട്ട് കുബൂസ് പോലെ ഓടില്ല. ഫസ്റ്റ് ഇനീഷ്യൽ എപ്പോഴും കേൾക്കുന്ന ഫേമസ് പേരാണ് കണ്ണാന്നുള്ളത്. കുറച്ചും കൂടെ സ്നേഹം വരും. ശ്രീ എന്ന് പറയേണ്ട, അതും ഞങ്ങൾക്ക് അറിയാം. പിന്നെ കല്യാണം കഴിക്കുന്നതിന് ജസ്റ്റ് മുമ്പേ ഞാൻ ഇങ്ങനെ ഭയങ്കര റൊമാൻറ്റിക് സംസാരം ഞാനാണ് ഏറ്റവും ജാസ്തി ചെയ്യാറ്. അപ്പൊ ഞാൻ എപ്പോഴും അമ്മു കണ്ണന്റെ എന്താണ് മുത്താണ്, അമ്മു കണ്ണന്റെ എന്താണ് മുത്താണ് ചേച്ചിനെ പറയൂ അല്ലേ? അല്ല, മുത്ത്. അപ്പൊ അവിടുന്ന് പറയിപ്പിക്കും. പിന്നെ ഞാൻ പറയും കണ്ണനമ്മുന്റെ. അപ്പൊ അത് പണ്ട് കൺമണി എന്ന് പറയാറുണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും പറയില്ല. ഇപ്പൊ പറയും അമ്മു. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ സാധനമല്ലേ, ഞാൻ ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോ ഒന്ന് പറഞ്ഞു നോക്കും. അമ്മ കണ്ണിന്റെ എന്താണ് കറിക്കറിയുന്ന പെണ്ണുമ്പള ഈ മുതുക്കൻ ഒരു കുത്ത്, തവിക്കടയെടുത്തൊരു കുത്ത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരാളായോണ്ട് ഇതൊരു പുതുക്കമായിട്ടൊന്നും മൂപ്പരൊന്നും നോക്കൂല. ഇത് പറയാത്ത ആൾക്കാരോട് എന്ത് ചോദിക്കണം? എപ്പോഴും പാമ്പർ ചെയ്യാനും, അതായത് കൊഞ്ചിക്കാനും കൊഞ്ചിക്കപ്പെടാനും ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി കൂട്ടത്തിൽ ഏറ്റവും കുഞ്ഞാവ് അവിടെ നിൽക്കേണ്ടതെല്ലാം കേട്ടിട്ട്. ഞാൻ സിംഗിൾ ആയതുകൊണ്ട് ആരും എന്നെ ഒന്നും വിളിക്കാറില്ല. എനിക്ക് കുറച്ച് പാഠങ്ങൾ പഠിപ്പിച്ചു. പാഠങ്ങൾ ആദ്യത്തെ പാഠം എന്താണ് ചേച്ചി? പാഠം 1 തറ. ജീവിതത്തിൽ സിംഗിൾ ആയിരിക്കുന്നതാണ് ഏറ്റവും വലിയൊരു എന്താ പറയാ അനുഗ്രഹം. ചേട്ടന്മാരെ കൈയടിക്കണ്ടോ അതിന്? ഈ കുഞ്ഞാവയ്ക്ക് വേറെ സംഭവമുണ്ട്. ഈ കുഞ്ഞാവയ്ക്ക് അടുത്ത ജംഗത്തിൽ 40 വയസ്സാണ്. കല്യാണം കഴിച്ചാലും ഒരു സിംഗിൾ ആണെന്നുള്ള ഫീലിംഗ് എപ്പോഴും വെക്കണം. വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട ചേട്ടൻ നന്നായിട്ട് കൈയടിച്ചു. പറയോ? അല്ല, നമ്മൾ കല്യാണം കഴിച്ചാലും നമ്മൾ ഒരു ഭാരം ഏറ്റെടുക്കുകയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പോകാൻ പാടില്ല, അല്ലേ? നമ്മളുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി, നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി എപ്പോഴും ഇന്റാക്ട് ആയി വെക്കണം. അവിടെ ആ അച്ഛനും അമ്മയും ഒരേ രീതിയിൽ കൈയടിച്ചിരിക്കുകയാണ്. മൈക്ക് അവരിലേക്ക് പോട്ടെ. ചേട്ടന്റെ പേരെന്താ? I am Joy. പൃഥ്വിരാജിന്റെ പടത്തിലെ പാമ്പു ജോയി അല്ലല്ലോ. അല്ലല്ല, ലൈഫിൽ ഒരു ജോയ്നെസ് ഉണ്ട്. യു ആർ എൻജോയിങ് അല്ലേ? ഓക്കേ. വൈഫിന്റെ പേരെന്താ? ലില്ലി. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 1981. ഓക്കെ, നമ്മൾ ഭയങ്കര ബ്രില്യന്റ് ആയതുകൊണ്ട് കൂട്ടിയേക്കണ്ട. അപ്പൊ എനിക്ക് തോന്നുന്നു ടീം അന്ന് ഉപ്പ് സത്യാഗ്രഹത്തിന് പോയിരിക്കുകയായിരുന്നു. ഇപ്പഴാ തിരിച്ചു വന്നേ. അപ്പോ എങ്ങനെയുണ്ട്? ഉള്ള മഞ്ഞ ഉടുപ്പിട്ട് വായി തോന്നി ഇതൊക്കെ പോയത് ഞാൻ ഉണ്ടായിരുന്നില്ല. സത്യാഗ്രഹത്തിന് വേണ്ടി പ്രഷർ കൂടി തിരിച്ചു വന്നു പുള്ളി. ചേട്ടാ, നേരത്തെ ശ്വേത ചേച്ചി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോ, അതായത് കല്യാണം കഴിഞ്ഞാലും നമ്മൾ ഇൻഡിവിജ്വൽ ആണ്, നമുക്കുള്ളൊരു സ്പേസ് വേണമെന്ന് പറഞ്ഞപ്പോ ചേട്ടൻ ഭയങ്കരമായിട്ട് കൈയടിച്ചു. ഭാര്യ വൈകിട്ട് 7 മണിക്ക് ശേഷം എന്തെങ്കിലും റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ടോ? 7 മണിക്ക് മുമ്പ് വീട്ടിൽ വരണം പറഞ്ഞേ. അത് പറഞ്ഞപ്പോ ഭയങ്കരമായിട്ട് കൈയടിച്ചത് ആരാ ബോസ്? രണ്ടുപേരും. ശരി ചേട്ടാ, ചേച്ചി നേരത്തെ പറഞ്ഞില്ലേ കല്യാണം കഴിക്കണേക്കാളും സിംഗിൾ ആയിട്ടിരിക്കുകയാണ് നല്ലത്, കല്യാണം കഴിഞ്ഞാലും സിംഗിൾ ആയിട്ടിരിക്കണെന്ന്. ഭയങ്കരമായിട്ട് കൈയടിച്ചു. കാരണം എന്താ? കല്യാണം കഴിക്കുന്ന നല്ലത് എത്രയും. കാരണം നമുക്കൊരു ഫാമിലി വേണം, പിൻഗാമികൾ വേണം നമുക്ക്.
അതാണ് എന്റെ പോളിസി. അർത്ഥം മനസ്സിലാക്കിട്ടാ കൈ അത് എത്ര പിൻഗാമി ഉണ്ട് ഏട്ടാ? എനിക്കിപ്പോ ചേച്ചടി ചോദിച്ചേ ഇത്ര confusion ചേച്ചടി ആ? ചോദിച്ചു 5 പറയണ്ട 5. 5 പിൻഗാമികൾ. സൂപ്പർ. അപ്പോ ഇത് പിൻഗാമിയുടെ പിൻഗാമിയുടെ പിൻഗാമിയാണോ? കൊച്ചുമോളാണോ? പിൻഗാമിയുടെ പിൻഗാമി. പിൻഗാമിയുടെ പിൻഗാമി. ഓക്കെ, അപ്പൊ 3rd ജനറേഷൻ ആണ്. ഓക്കെ, അപ്പൊ വീട്ടിലുള്ള എല്ലാ പിൻഗാമികൾക്കും പിൻഗാമികളുടെ പിൻഗാമികൾക്കും ഞങ്ങളുടെ ഒരു വലിയ ഹായ്. അപ്പൊ ഇതുപോലെ തന്നെ എല്ലാരും ചിരിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ചേട്ടാ, അതെ, നമുക്ക് സ്നേഹം വരുമ്പോ വീട്ടിലൊരു മുഖവും ദേഷ്യം വന്നു കഴിഞ്ഞാൽ വേറൊരു മുഖവും, അങ്ങനത്തെ ഒരു മുഖം കാണിക്കാറുണ്ടോ? ഇടയ്ക്ക് കാണിക്കാറുണ്ട്. ആരാ ഇതിൽ ആരാ കാണിക്കാറ്? ഞാൻ തന്നെ കാണിക്കണം. ഇടയ്ക്ക് കൂടുതലാകുമ്പോൾ ആള് കാണിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ആർക്കൊക്കെ 2 മുഖമുണ്ട്? സിൻസിയർ ആയിട്ട് പറയണം. 2 മുഖം. ചേച്ചി എപ്പോഴും ഇങ്ങനെ ചിരിച്ച് ഹാപ്പി ആയിട്ടിരിക്കാൻ വേറെ മുഖേ ഇല്ലേ? അല്ല, എന്റെ എല്ലാ മുഖങ്ങളും എനിക്ക് തോന്നുന്നു ജനങ്ങൾ കണ്ടിട്ടുണ്ട്. ശരി, ഏതൊക്കെയാ ഫേസ് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാലും കാണാത്തവർക്ക്? അല്ല, എനിക്ക് പറയണ ഇപ്പൊ ദേഷ്യം വന്നാൽ ഞാൻ പറയും. എനിക്ക് പറയാൻ സ്ട്രിക്റ്റ് ആയിട്ട് എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ, ആരോടും പറയണമെങ്കിൽ അത് നമ്മൾ ഈ 2 അവസരം ഇവിടെ ഒരുക്കിയിട്ടില്ല. ഞാൻ ബേസിക്കലി ഇങ്ങനെ തന്നെയാണ്. ശ്രീവിദ്യക്ക് 2 മുഖമുണ്ട്. ഒന്ന് മേക്കപ്പ് ഇട്ട മുഖം, ഒന്ന് മേക്കപ്പ് ഇടാത്ത മുഖം. അത് ക്ലാസ് ആയിരുന്നു. അതിനൊരു കൈയടി കൊടുക്കാം. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അത് 2 ജനങ്ങൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ. എല്ലാവരുടെയും, ഞാൻ ഉൾപ്പെടെ. ഇനി ആലിസ്. എനിക്ക് 2 മുഖമുണ്ട് ചേച്ചി. ഞാൻ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. പറഞ്ഞ ആരെങ്കിലും ഫുൾ ടൈം തണ്ണിയാന്ന് ഇൻഡോ വാട്ടർ. അധികം ഭയങ്കരമായിട്ട് ചിരിയും കളിയും സംസാരമൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് എല്ലാ എന്നിട്ട് നിന്റെ വായടച്ച് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലോ. അത് ഇവിടെ വരുമ്പോ കാണിക്കുന്നതല്ലേ. നെറ്റിയിൽ ഒട്ടിച്ചു വെച്ചിട്ട് വേണം നടക്കാൻ. ഇൻട്രോവേർട്ട്. ഡയനയിലേക്ക് പോട്ടെ കേട്ടോ. ഡയനെ പറ്റി അറിയണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹം. കൂട്ടത്തിൽ ഇവിടെയുള്ള ഏറ്റവും സൈലന്റ് ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഡയന. സത്യത്തിൽ ഡയന എങ്ങനെയാണോ? വേറെ മുഖമുണ്ടോ? ഇല്ല ലക്ഷ്മി, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നാലും ഞാൻ പുറത്ത് കാണിക്കാത്ത ഒരാളാണ്. പക്ഷെ ഭയങ്കര ദേഷ്യം വന്നാലും ഞാൻ പൊട്ടിത്തെറിക്കും. പക്ഷെ എന്നാലും ഞാൻ മൂത്തവരെ ബഹുമാനിക്കും. അതെ അതെ, ഒരുപാട് ബഹുമാനിക്കും. അപ്പൊ ഉല്ലാസിന് ഒരുപാട് മൂത്ത ആൾക്കാരെ അപ്പൊ എന്നെ ബഹുമാനിക്കൂല. എത്ര ടെൻഷൻ വന്നാലും അവള് പുറത്ത് കാണിക്കില്ല. അത് പെട്ടിക്കകത്ത് വെച്ച് പൂട്ടിയിട്ട് താക്കോലെടുത്ത് കിണറ്റിലിടും. ഇങ്ങനെ നടക്കാം കൂളായിട്ട്. എന്താ? എന്താണ്? അറിയുമോന്നോ? അറിയുമോന്നല്ല, റമ്മാണോ സാറേ? റമ്മാണോ? ബ്രാൻഡ് പറയാം. ഇത് റമ്മല്ല, ഇതേതോ ഉഗ്രൻ കട്ട വാറ്റ്. അല്ലാതെ ഇത് റമ്മൊങ്ങനല്ലേ ഇരിക്കണത്? അതല്ല, ഒന്നുകൂടെ പറഞ്ഞുതരാം. എമ്മിയോ? നിങ്ങൾ വിചാരിക്കും ഞാൻ പിന്നെ പ്രൊമോ കാണിക്കാൻ വന്ന ആളെന്ന് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും. പ്രൊമോ കാണിക്കാൻ വന്നതല്ല, റമോ. അല്ല, ഇത് എന്താ സംഭവം? ഇവിടെ വരാൻ കാരണം ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ എന്റെ നന്ദിനിയെ കാണാൻ. അയ്യോ, പശുവിനെ കറക്കാൻ വേണ്ടി കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ ഒരാളെ വേണമെന്ന് വന്നിട്ട് ഇപ്പോഴാണോ പറഞ്ഞ നന്ദിനി? ഇപ്പൊ വന്നിട്ട് കാര്യമില്ല, കറവ പറ്റിയതുകൊണ്ട് അതിനെ വിറ്റു. നന്ദിനി എന്ന് പറഞ്ഞ പശുവിന്റെ പേരല്ല, ഞാൻ കാതലിക്കുന്ന പെണ്ണിന്റെ പേരാണ് നന്ദിനി എന്ന് പറഞ്ഞാൽ. ഞാൻ കാതലിക്കുന്ന ഞാൻ കാതലിനാ. നീ കാതലിനാണ്? നന്ദിനിയുടെ കാതൽ കണ്ടറിയാം. അത് മൂത്തു മുരടിച്ച് കാതല് മാത്രമേ ഉള്ളൂ, ഒട്ടും വെള്ളം ഇതിനകത്തില്ലാന്ന് ഞങ്ങൾക്കറിയാം. ഞാൻ നന്ദിനിയുടെ കാതലൻ. നന്ദിനിയുടെ കാതില് മാത്രമല്ല, നീ ആദ്യം കാതിൽ തുടങ്ങും, പിന്നെ കഴുത്തില് കയ്യില് കിടക്കുന്ന മൊത്തം അടിച്ചോണ്ട് പോകും. അല്ലെ പിന്നെ ഈ മുഖംമുടി ഇട്ടുകൊണ്ട് പറഞ്ഞ കാര്യമുണ്ടോ? ബൈക്കിൽ മാല പൊട്ടിക്കുന്ന ആളാണ് പൊണ്ടാട്ടിയല്ല, പണ്ടേ ആട്ടണ്ടവനെ. പിടിച്ചിருக்கு. അങ്ങനെയാണെങ്കിൽ അവള് നിന്നെ അടിച്ചിരിക്കും.
ഈ പെങ്കൊച്ചിനെ പിടിച്ചിരിക്കാൻ നിന്നെ ആ പെങ്കൊച്ച് അടിച്ചിരിക്കും. അല്ല നീ എന്തിനാ ഈ മൂക്കിനകത്തിട്ട് ഇങ്ങനെ വരയ്ക്കണേ? ഇതാ എങ്ങനെ വലിക്കുന്നത്? അങ്ങനെ വലിക്കുന്നത് നമ്മളെ ടെക്നിക്കാണ്. ഇതാകുമ്പോ ഇങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ എന്ന് പറയാൻ ചെയ്യാലോ. നിങ്ങൾ ഉദ്ദേശിച്ച് വന്ന ആള് നന്ദിനി ഇവിടെ ഇല്ല. അങ്ങനെ കുളിക്കാറൊന്നുമില്ലേ? ചടയാണല്ലോ. നന്ദിനിയെ കെട്ടാൻ പോകുന്ന ഒരു കാമുകനാണ് ഞാൻ. അതിന് ഇത്രയും ചട വേണമെന്നുണ്ടോ? അങ്ങനെയല്ല. അപ്പൊ ഇപ്പോഴും നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? മൂക്കിന്ന് ഒരു പീസങ്ങ് തീർച്ചയായില്ലോടാ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞങ്ങൾക്ക് മനസ്സിലായി, എല്ലാം മനസ്സിലായി. നീ ഒന്ന് പോയി, ഞങ്ങൾ പരിപാടി നടക്കണ്ടേ? ഒരു കാര്യം പറയട്ടെ, കണ്ട വഴിപോക്കന്മാർക്ക് കേറാനുള്ള ഫ്ലോർ അല്ല. അപ്പൊ ഒരു കാര്യം ചെയ്യോ, നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ചിലപ്പോ ഒന്നുകൂടെ വരേണ്ടി വരും. എന്തിനാണാവോ? അല്ല അത് പോട്ടെ, നിങ്ങൾക്ക് ഏതായാലും മനസ്സിലായില്ലല്ലോ. ശരി, അങ്ങനെ നടക്കട്ടെ. ഞാൻ വന്നത് ഇവർക്ക് ഈ വേഷം കണ്ടിട്ട് മനസ്സിലായി. അപ്പൊ എന്നെ കളിയാക്കുന്നതാണ്. അപ്പൊ മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ വേറെ കാര്യം ചെയ്യാം. എനിക്കിപ്പോ എന്റെ നന്ദിനി വേണമല്ലോ. അപ്പൊ എനിക്കത് വന്നല്ലേ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഏർപ്പാട് ഞാൻ ഉണ്ടാക്കാം. സഹോദര, ആ പാട്ടൊന്നും ഇട്ടെ. പാകത്തിനുള്ള ഷൂ ആണ് ഇട്ടേക്കുന്നത്. ഞാൻ ഓർത്ത് ഫോർച്യൂണർ ആയിരിക്കും. ഞാൻ വിചാരിച്ച് കാരവാനായിരിക്കും. ഞാനൊരു കാര്യം, നീ ആരോട് ചോദിച്ചോണ്ടിരിക്കട്ടെ? പ്രാന്തന്മാരൊക്കെ പുറകെ ഇറങ്ങി ഡാൻസ് കളിക്കാൻ പോയി. എനിക്ക് ആ വിഗിന്റെ കളർ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് പോയത്. അതുകൊണ്ട് പോയതാ. ഈ അവിടെ നിന്ന് കയറ്റി വിട്ട ആളെ കൂടി വിളിക്കാം, അതിന്റെ മുകളിലേക്ക് കയറണ്ടേ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്താണ്? ഞാൻ ഈ വേഷത്തിൽ വന്ന് ഞാൻ കക്കയിൽ മുങ്ങിട്ട് വന്നതല്ല. ഇത് ഒരു കഥാപാത്രമായിട്ട് ഞാൻ വന്നതാണ്. അപ്പൊ ആ ഒരു കഥാപാത്രമായിട്ട് വന്നിട്ട് ഇവർക്ക് മനസ്സിലായില്ല. അപ്പൊ എന്നെ കളിയാക്കില്ലല്ലേ? ഇത് നമ്മുടെ നാട്ടു പ്രദേശത്തോടൊക്കെ ചെല്ലുമ്പോ ഈ മറപ്പരയുടെ ഫ്രണ്ടിൽ ഫ്ലെക്സ് ചാരി വെച്ചേക്കുന്ന പോലെ ഇതെന്തിനാണ് വെച്ചേക്കുന്നത്? ഇത് റൊമാന്റെ സ്റ്റൈൽ. നമ്മളിങ്ങനെ ആക്കൂലേ? എനിക്ക് ഇപ്പോഴും ആളെ കിട്ടിയത് ആരാണ്? ബൈബിൾ നാടകത്തിലെ യഹൂദൻ. അപ്പൊ നന്ദിനി കുട്ടി, ഈ റമോ പോയിട്ട് പിന്നെയും വരും. ഏതായിരുന്നാലും എനിക്ക് സ്വന്തമാക്കിയല്ലേ പറ്റുള്ളൂ. അപ്പൊ ആ മ്യൂസിക് ഒന്നും ഇട്ട് കഴിഞ്ഞാൽ ചലിക്കാതിരിക്കാൻ പോവല്ലോ. വണ്ടി 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 വേണ്ടേ? അപ്പൊ ഇത് ഇവിടുന്ന് കട്ടോണ്ട് വന്ന വണ്ടിയാ. സത്യം. അല്ലെങ്കിൽ ഇങ്ങനെ സ്വന്തം വണ്ടി ഇങ്ങനെ വെച്ചിട്ട് പോകും. ആൾക്കാർ വണ്ടി ഒന്നും ചേർത്തേ. അല്ല, ഈ വണ്ടിയെ കയറണമെങ്കിൽ ഏണി വേണം. ആരോ കയറ്റി വിട്ടതാണ്. 4 പേര് പിടിച്ച് നിർത്തി. അതും കലുങ്കെ കാല് ചവിട്ടി നിർത്തി കയറ്റി വിട്ടു. ഇനി അടുത്ത കലുങ്ക് കാണുന്നവരെ നമുക്ക് ഇറങ്ങാം. ഇനി കലുങ്ക് കണ്ടില്ല, പെട്രോൾ തീർന്നു പോയാൽ തീർന്നു. ഇത് വളരാത്തൊരു രമമാണ്. എന്ത് റെമോ അല്ലേ? ഹൈറ്റേ ഇത് വാവ റെമോ. അയ്യടാ, ഞാൻ മൃദുവിന്റെ അടുത്ത് ചോദിക്കട്ടെ. ശരിക്കും മൃദുവിന് ഈ ഇഷ്ടപ്പെടുന്ന സമയത്തുണ്ടല്ലോ, നിങ്ങൾ പ്രണയിച്ച് നടക്കുന്ന സമയത്ത് ഇത് റെമോ ആയിരുന്നോ യുവ? അതായത് ഈ മൃദംഗ പുളകിതയായി നടക്കുന്ന സമയത്ത്. അതെ, എപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യൂ. അത് ശംഭു വലിച്ചെടുത്ത് കളയുന്ന സമയത്ത്. എന്നിട്ട് അവൻ പറഞ്ഞു നടന്നു ഇത് റെമോ സ്റ്റൈലാന്നും പറഞ്ഞാ രക്ഷപ്പെട്ടത്. അങ്ങനെ ഇവിടെ ഒരുപാട് പറ്റിച്ച് എടീ റെമോ സ്റ്റൈലാണെന്ന് പറഞ്ഞു. മൃദു പറയുന്നത് ഇവരുടെ ലൈക്ക് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു എന്നാണ്. ഞങ്ങൾക്ക് അതിൽ 100% ഒരു വിശ്വാസവും ഇല്ല. അപ്പോ എന്തുകൊണ്ടാണ് ലൈക്ക് ഇഷ്ടപ്പെടാൻ കാരണം? ഒരു ദിവസം ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ചെന്നെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യായിരുന്നു. വരൂ വരൂ. ഓക്കെ, ഓക്കെ. തിരിച്ച് എന്നെ വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാണ്. നിങ്ങൾ രണ്ടുപേരേ ഉള്ളൂ? ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കാറിനകത്ത്. രാത്രിയാണോ? അല്ലല്ല, വൈകുന്നേരം ഒരു 5 മണി സമയം. ഞാൻ നോർമലി അങ്ങനെ പുറത്ത് പോവാറില്ല. പക്ഷെ എന്റെ അമ്മയ്ക്ക് ഏട്ടനെ ഭയങ്കര വിശ്വാസമായിരുന്നു. അങ്ങനെ കൂടെ വിട്ട് അപ്പൊ തിരിച്ചെന്നെ ഡ്രോപ്പ് ചെയ്യാൻ നേരത്തെ അപ്പൊ എനിക്ക് വേറെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലൈഫിൽ ഇങ്ങനെ പാസ്സായി പോയിക്കൊണ്ടിരിക്കുന്ന ടൈം. അതാണ് എനിക്കറിയേണ്ടത്. അല്ലല്ല, അപ്പൊ അത് കഴിഞ്ഞ് ആള് ഡ്രോപ്പ് ചെയ്യാൻ നേരത്ത് എന്റെ കണ്ണിൽ നോക്കിയിട്ട് പറയാണ്, യു ക്യാൻ കോൾ മീ എനി ടൈം, ഐ വിൽ ഹിയർ ഫോർ യു ഫോർ എവർ എന്ന് നോക്കിയിട്ട് പറഞ്ഞു. ഞാൻ ആ ഒരൊറ്റ ഡയലോഗിൽ നോക്കിയിട്ട് ചക്കായി.
അതൊന്ന് റീക്രിയേറ്റ് ചെയ്തിട്ടേ കഥ മുന്നോട്ട് പോകുള്ളൂ. ലക്ഷ്മി, ഇവിടെ അടുത്ത് കണ്ണിൽ ഇതിപ്പോ ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഒരു അഭിപ്രായം പറയാനും പറ്റുന്നില്ല. നമ്മളിപ്പോ അല്ലെങ്കിൽ ഇവിടെ അവർ ഇഷ്ടം പോലെ നടക്കട്ടെ. അല്ല ആക്ച്വലി ഞാൻ ആ സമയത്ത് അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഫാമിലി കൗൺസിലിംഗ് അങ്ങനത്തെ എൻ്റെ ഫ്രണ്ട് സർക്കിളിലും ക്ലോസ്ഡ് സർക്കിളിലും ഒക്കെ ആയിട്ട് അപ്പം അതേപോലെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ട്രൈ ചെയ്യണ്ടേ? അത് ട്രൈ ചെയ്ത ഇത് ആക്ച്വലി ഒരു ജോലിയായിട്ട് അങ്ങനെ ഇതുപോലെ ഒരു പെണ്ണിനെ ബിനീഷ് വാസിംഗ് കൊണ്ട് വിടാൻ പോയി. എന്താണ് പറഞ്ഞ പെണ്ണ് കണ്ണിൽ നോക്കിയിട്ട് ഐ വിൽ ഹിയർ ഫോർ യു ഫോർ. അവനോട് അത് പറഞ്ഞപ്പോ അവൻ ചീത്ത പറഞ്ഞാൽ കായലിലേക്ക് എടുത്ത് ആടിന്ന് വണ്ടി അവിടെ ഇട്ടിട്ട് ഇങ്ങനെ പൊങ്ങുന്നത് കേസ് കൊടുക്കട്ടെ വാഴപ്പോഴ ഭാവി പോകുന്നു കേസ് കൊടുക്കരുത്. ശരി, അങ്ങനെ പറഞ്ഞ സമയത്ത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതാണല്ലോ കുറച്ചുകൂടെ പ്രൊഫഷണലിസം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഞാൻ ഒലിപ്പീരാണ് എന്നൊക്കെ വിചാരിച്ചാലോ? അല്ലേ, ജെനുവിൻ ആണ്, ഓണസ്റ്റ് ആണെന്ന് തോന്നിയ ആള്. അപ്പോൾ ഞാൻ കുറച്ച് സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഇറങ്ങാൻ നേരത്തെ ഞാൻ പ്രൊഫഷണലി അല്ലെങ്കിൽ കാഷ്വലി ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ശരിക്കും അതേപോലെ നിങ്ങൾ സ്ട്രേഞ്ചേഴ്സ് ആണ്, ജസ്റ്റ് ഫ്രണ്ട്സ്. കൃഷ്ണമണിയിൽ നോക്കി പറ, കാറിലിരിക്കുക, ന്യൂട്രൽ ഇട്ടു. ദുബായിലാണോ വണ്ടി ഓടിച്ചത്? ന്യൂട്രൽ അത് വേണം, ഇല്ലെങ്കിൽ കേരള പോലീസ് കേസെടുക്കുന്നില്ല. അപ്പൊ വണ്ടി ഗിയറിട്ടു. ഞാൻ പറഞ്ഞു മൃദുല ടെൻഷൻ ഒന്നും ആവണ്ട, കൂളായിട്ടിരിക്കുക. യു ക്യാൻ കോൾ മീ എനി ടൈം, ഐ വിൽ ബി ദേർ ഫോർ യു ഓൾവേസ്. ഇങ്ങനെയൊക്കെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞ ആരാ ഇറങ്ങി വരാത്തത്? അല്ല ഞാൻ പറയട്ടെ, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. ഞാൻ ഇതേപോലെ നല്ല ഫ്രണ്ട്സ് ആണെന്ന് വിചാരിച്ചിട്ട് അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് കഴിയുമ്പോൾ ഡയലോഗും പറയും. അപ്പൊ പിന്നെ എല്ലാരും വീടില്ലേ, അവസാനം അവര് നമ്മുടെ തലയിലാവുന്നൊരു സെറ്റപ്പിലേക്ക് മാറണുണ്ട്. ആ ഡയലോഗ് ഒന്ന് പറയൂ എന്നെ നോക്കി. ഈ താടി വെച്ചാലാണ് മൃദുല. അല്ല, പുള്ളിയുടെ റിയാക്ഷൻ ആണല്ലോ നമുക്ക് വേണ്ടത്. താടി നമുക്ക് പ്രശ്നമല്ല. എനിക്ക് മൃദുലയുടെ മുഖത്ത് നോക്കിയിട്ട് വല്ലായക വരുന്നുണ്ട്. മൃദുല ഇത്ര ചിരിക്കേണ്ട ആവശ്യമില്ല. മൃദുല എന്ന് വിളിക്കുന്ന മുതലയുടെ മുഖം. മൃദുല ടെൻഷനൊന്നും ആവണ്ട, ബി കൂൾ. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ലൈഫിൽ, എല്ലാവർക്കും ഉണ്ടാവും. സോ നമ്മൾ വളരെ ധൈര്യമായിട്ട് നേരിടുക. സോ ബി കോൺഫിഡൻറ്റ്, ഐ വിൽ ബി ഓൾവേസ് ദേർ ഫോർ യു. യു ക്യാൻ കോൾ മീ അറ്റ് എനി ടൈം. താങ്ക് യു. ശരി, അങ്ങനെ ഇവര് വെറുതെ എക്സാജറേറ്റ് ചെയ്യും കേട്ടോ. അപ്പൊ മൃദുല ലൈക്ക് ആ ഒരു ഉള്ളിലൊരു ചെറിയൊരു സ്പാർക്ക് ഉണ്ടായി, ചെറുതായിട്ട് സന്തോഷായി. എന്നിട്ടൊക്കെ വണ്ടിന്ന് ഇറങ്ങി. ഇവൻ അറിയാതെ ഫസ്റ്റിലിട്ടേക്കായിരുന്നടാ വണ്ടി ഒരു ചാട്ടം. ഇത് കഴിഞ്ഞ് ഞങ്ങൾ മെസ്സേജ് അയച്ചു. മെസ്സേജ് അയച്ചിട്ട് രണ്ടുപേരുടെ വീട്ടിൽ കല്യാണം ആലോചിക്കുകയായിരുന്നു. അപ്പൊ കല്യാണം എന്നാ നമുക്ക് നോക്കാം. അപ്പൊ ഞങ്ങൾ ഒന്നും കൂടി കണ്ടു. ഞങ്ങൾ ഒന്നും കൂടി നിങ്ങൾ പരസ്പരം ഒന്നും കൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. നമ്മുടെ പാസ്റ്റിനെ പറ്റിയിട്ടൊക്കെ പറയുമല്ലോ. എനിക്ക് ഇത്ര അഫെയറുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ അവിടെ കണക്ക് ഭയങ്കര കൂടുതൽ. അപ്പൊ ഞാനാ ബെറ്റർ. ഓക്കെ, അതായത് ഞാൻ വളരെ ഓണസ്റ്റ് ആണ്. അതായത് എനിക്കിപ്പോ അറ്റ് എ ടൈം ഒരു അഫെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ സൈഡ് വലുവിന് പോകാറില്ല. ആ അഫെയർ തന്നെയാണ് മുമ്പോട്ട്. പക്ഷെ പ്രശ്നം സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഫെയർ തീർന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത അഫെയർ വരും. അങ്ങനെ കുറെ ഇവൻ ഒരെണ്ണം പോയി അപ്പൊ തന്നെ കൃഷ്ണമണിയിൽ നോക്കി ഇംഗ്ലീഷ് പറയും. അതല്ലേ പ്രശ്നം. അഫെയർ പോയിട്ട് ഫിലിം ഫെയർ പോലും ഇല്ല. ചുരുക്കി പറഞ്ഞ ഒരു മാനസമയനെ പാടാനുള്ള സമയം പോലും യുവയ്ക്ക് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഫൈനലി നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്തു. ആ ഒരു കോൺവെർസേഷൻ ഒരു ഹാപ്പി എൻഡിങ്ങിലേക്ക്, ആ ഒരു ഡിസിഷൻ ഒരു ബെസ്റ്റ് എവർ ഡിസിഷൻ ആയിട്ട് മാറി. എന്നാ ഐശ്വര്യ നോക്കിയാ മുഖത്ത്.
സ്വാമി. മനസ്സിലായില്ല? മരിച്ചുപോയ മുത്തശ്ശിയുടെ അതേ മോശായ. എവിടുന്നാ വരുന്നത്? ആരാ എവിടെന്നാ വരുന്നേ? ഞാൻ അമ്പി. ആ അപ്പൊ ഇനി കമ്പിയാ. ഇനി സിമെന്റും മിറ്റലും മണലും എംസാൻഡും ഉണ്ടെങ്കിൽ പെരയുടെ പണി അങ്ങ് തുടങ്ങാം. 2 ബംഗാളികളോട് വേണ്ടേ? വേണം. ഹലോ 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 ഹലോ, നിങ്ങൾക്ക് മെക്കാട് പണിക്ക് വന്ന ആളല്ല ഞാൻ. ഞാൻ അമ്പി. ഹംപി. അമ്പി എവിടെന്നാ വരുന്നേ? ഞാൻ കാരാഗ്രഹത്തിന്റെ. കാരാഗ്രഹോ? നയാഗ്രഹന്ന്. നയാഗ്ര വെള്ളച്ചാട്ടം. അത് കാനഡയിലല്ലേ? സത്യാഗ്രഹം. സത്യാഗ്രഹോ? അല്ല അതല്ലേ നമ്മൾ വീട്ടിലെ മുറ്റത്തിറങ്ങുമ്പോഴേ ഈ പൊടിയിട്ട് കോലമൊക്കെ വരയ്ക്കുമല്ലോ. അഗ്രഹാരത്തിൽ നിന്ന് വന്നേണ്. അവിടെന്നാ വരുന്നേ? അതെ, അതെ, അതെ. കണ്ടാ പറയുകയും ചെയ്യും കേട്ടോ. അഗ്രഹാരത്തിൽ നിന്ന് വന്ന വഴിയാന്ന് പറയും. ആ ഇപ്പൊ ഞാൻ റേഷൻ കടയിൽ പോകുമ്പോ കുപ്പി വേണ്ട, മണ്ണെണ്ണ ഇതിനകത്ത് കൊള്ളും. അല്ല, ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ വന്നത് എന്റെ നന്ദിനിയെ കാണാനാണ് വന്നത്. എടോ, നന്ദിനിയെ വിറ്റെന്ന് പറഞ്ഞില്ലേ? എടാ പശുവിനെ അന്വേഷിച്ച് കുറച്ചും പുറത്തും വന്നിട്ട് അവനെ ഞങ്ങൾ ഓടിച്ചു വിട്ടോളൂ. നന്ദിനി എന്നുള്ള പശുവിന് മാത്രമുള്ള പേര്. പശുവിന് മാത്രമുള്ള പേര്. ഇടിക്കരുത്. എന്റെ കാമുകിയുടെ പേരാണെന്ന് നന്ദിനി. അയ്യോ നന്ദിനി. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് അങ്ങോട്ടൊക്കെ ഒളിച്ചോടിയിട്ട് നമുക്ക് രഹസ്യമായിട്ട് കല്യാണം കഴിക്കാം. അവൻ്റെ കൂടെ ഒളിച്ചോടരുത്. ഓടി തളർന്നു കഴിയുമ്പോൾ ഒരു ഉപ്പ് സോഡ മേടിച്ച് കുടിക്കാനുള്ള കാശ് പോലും അവൻ്റെ ഇല്ല. ഞാൻ നന്ദിനി അല്ല, രേവതി. അല്ല, നീ എന്റെ നന്ദിനിയാണ്. എന്റെ നന്ദിനിയാണ് നീ. ഏത് ജന്മത്തിൽ ഞാൻ രേവതി. അല്ല കുഴപ്പമില്ല. എനിക്ക് കല്യാണം കഴിക്കാൻ മുട്ടുന്നു. നമുക്ക് എവിടെയെങ്കിലും പോയി നമുക്ക് കല്യാണം കഴിക്കാം. അല്ല, നമുക്ക് കല്യാണം കഴിക്കാം. അങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ആ പാട്ട് ഒന്നുകൂടെ ഇട്ടാൽ ഞങ്ങൾക്ക് അങ്ങ് ഇറങ്ങി പോകായിരുന്നു. അമ്പിനെ ഞാൻ കെട്ടില്ല. കമ്പിയെ കെട്ടണ്ടേ? എന്നെ കെട്ടിയാ മതി. അപ്പൊ ഞാൻ പോയിട്ട് എന്റെ നന്ദിനിയായിട്ട് ഞാൻ കല്യാണം കഴിക്കാൻ പോവാണ്. ഹലോ കോരാമ്പീച്ചി, ഒന്ന് ഇറങ്ങി പോകാമോന്ന്? ഇറങ്ങിപ്പോടാ ഞങ്ങളുടെ ഫ്ലോറിൽ നിന്ന്. അപ്പോ സംഭവം എന്താണെന്നറിയാമോ? ഇവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ മനസ്സിലാക്കി കൊടുക്കുന്നില്ലല്ലോ നല്ലത്. അപ്പൊ കാര്യങ്ങൾ ഇറങ്ങട്ടെ. ശരി, അപ്പൊ നമ്മൾ എവിടെ വരെ പറഞ്ഞെത്തിയത്? പിന്നെ കല്യാണം കഴിഞ്ഞപ്പോ പിന്നെ എല്ലാം ഫാസ്റ്റ് ആയിരുന്നു. കല്യാണം കഴിഞ്ഞ് 1 ഇയർ ആയിരുന്നു ഞങ്ങൾ ഇട്ടിരുന്ന ഗ്യാപ്പ്. പക്ഷെ 4ാമത്തെ മാസം ഞാൻ പ്രഗ്നന്റ് ആയി. ഓ, ഫാമിലി പ്ലാനിങ് ടൈം കിട്ടിയില്ല. അതിനകത്ത് നിനക്ക് കൺട്രോളിങ്ങോ അല്ലെങ്കിൽ കൗൺസിലിങ്ങോ ഒന്നും ഏറ്റില്ലല്ലേ? അത് നമ്മൾ വളരെ പ്ലാൻ ചെയ്തതാണ് സംഭവം. കയ്യിൽ വാളി പോയി. നമ്മുടെ കയ്യിലല്ലല്ലോ ഈ സംഭവങ്ങളൊക്കെ. അല്ല, ഗോഡ് ഗിഫ്റ്റ്. സ്വാഭാവികം. അതെ, അതാണ് ഫാസ്റ്റ് എന്ന് പറഞ്ഞല്ലേ. അജീബ്ഷയുടെ സങ്കല്പങ്ങൾ എന്തൊക്കെയാ? ശ്വേത ചേച്ചിയുടെ അടുത്ത് പറയൂ. ബോംബെയിൽ നല്ല കുട്ടികളുണ്ടോന്നുള്ളത്. നല്ല കൗൺസിലറാണ്. അവനെ മനസ്സിലാക്കുന്ന കുട്ടിയായിരിക്കണം. ഞാൻ അഭിനയിക്കുന്ന ഒരാളാണ്. ആണോ? അപ്പൊ എന്റെ കള്ളത്തരം മൊത്തം അവള് വിശ്വസിച്ച് എന്റെ കൂടെ നിൽക്കണം. അപ്പൊ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന കുട്ടിയായിരിക്കണം. അല്ല, ഓവർ പൊസസീവ് പാടില്ല. അത്രേ ഉള്ളൂ. 3 ക്വാളിറ്റി. ക്വാളിറ്റി അത്യാവശ്യം ആണ്. എനിക്ക് വലിയ സൗന്ദര്യമൊന്നും വേണമെന്നില്ല. നമുക്ക് അത്യാവശ്യം കാണാൻ കൊള്ളാന്ന. ശരി, ഓക്കെ. നേരെ ടീമിലേക്ക് വരികയാണ്. ടീമേ, ഇനിയാണ് കോമഡി. ഇനിയാണ് കോമഡി. നമുക്കൊന്ന് ചിരിക്കാം. നമുക്ക് താഴ്ത്തിരുന്നത് കേട്ടാലോ? കുറെ നേരമായില്ലേ നിൽക്കുന്നു. എന്റെ കാലം വിദ്യാഭ്യാസം കുറവായിരിക്കണം. അപ്പൊ അംഗൻവാടി പോലും പാടാൻ പോയിട്ടില്ലാത്ത കൊച്ചിനെയാണ് പെൺകുട്ടി നിലത്തെടുത്ത് മേലിരിക്കുന്ന ആളൊക്കെ കിട്ടൂല. എന്റെ കാലം ഗ്ലാമർ കുറവായിരിക്കണം. ഓഹോ, അപ്പൊ പാടാണല്ലോ തിരുമേനി. പ്രശ്നവശാൽ വിവാഹം നടക്കാൻ അല്പം പാടാണെന്നാണ് കണ്ടുവരുന്നത്. ഇനി പറഞ്ഞോടെ എന്നെക്കാളും ബുദ്ധിയും കുറവായിരിക്കണം. ഞാൻ ഇതും കൂടെ കൂട്ടി 6ാമത്തെ തവണ സ്റ്റാർ മാജിക്ക് പെണ്ണ് വയ്ക്കണത്. രക്ഷയില്ല. എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. ആരെങ്കിലും കിട്ടിയാൽ മതി. അതാണ് അവന്റെ തന്ത്രം. ഏതായാലും കല്യാണം കഴിക്കാൻ ആലോചിച്ചിട്ടുണ്ട്. ഈ വർഷം ടീമിന്റെ കല്യാണം നിശ്ചയം ഉണ്ടാവും ഈ വർഷം. അടിപൊളി.
കറവക്കാരൻ വീണ്ടും വന്നേക്കണ്. പശു ഇല്ലടവേ, പോയി വിറ്റു. എന്തിട്ട് വേടാ പാക്കണം. എന്റെ ഇൻസ്റ്റാൾമെന്റ് മേടിച്ച ഷർട്ട് കീറുള്ള കാല. അല്ലല്ല, നിങ്ങൾ ആരാ? കാല് അടുപ്പിച്ചു വെക്കുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പൊക്കം കുറയുന്നുണ്ട്. അന്യൻ. നിങ്ങൾ ആരാണെന്ന് പറ സുഹൃത്തെ. ചുമ്മാ എടുത്തിട്ട് ഇടിക്കാതെ. 5 കൊല പண்ற. അത് 10 എണ്ണം ഉണ്ടല്ലോ. 5 കൊല പண்ற. അത് 10 എണ്ണം ഉണ്ടോ റാവേ? ഇത് ഇതിന്റെ നിഴലാണിത്. നിഴലാണോ? ഇത് ഇതിന്റെ നിഴല. 5 കൊല പண்ற. ആ, കൊലക്ക് എന്ത് വിലയുണ്ട്? അതെ അതെ. കൊലക്ക് ഭയങ്കര വിലയില്ലേ ഇപ്പം? നാടൻ. 3 കൊല ഏത്തനും 2 കൊല ഒരു ഏത്തനാണെങ്കിൽ എനിക്ക് വേണം. എനിക്ക് ചിപ്സിന്റെ കമ്പനി ഉണ്ട്. ആ ചിപ്സിനാണ് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ കിലോയ്ക്ക് എത്ര രൂപ വരും? വേത്തനം കയറി കൊടുത്തു, ബാക്കി ഞാൻ എടുത്തോളാം. അല്ല, ഞാൻ പഴിപ്പിച്ചും കൊടുക്കും, അല്ല ചിപ്സിന് കൊടുക്കും. പഴിപ്പിച്ചോളാം. അപ്പൊ പിന്നെ ഹലോ, നിങ്ങൾ ഞാൻ അന്യനാണ്. 5 കൊല പண்ற. 5 കൊലയോ? 5 കൊല കൊണ്ടുവന്നിട്ടുണ്ട്. 5 കൊല കൊണ്ടുവന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഇത്? ഇത് അന്യൻ. ഹലോ സുഹൃത്തെ, ഞാൻ ശിവാജിയെ പാത്രക്ക്, കമലഹാസനെ പാത്രക്ക്, MGR പാത്രക്ക്. ഇവരെവിടെയൊക്കെയാണ് പാത്തിരിക്കുന്നത്? ഒരാൾ തെങ്ങിന്റെ വീട്ടിൽ. ഇത് എവിടെയാണ് പാത്തിരിക്കുന്നത്? സാറ്റ് കളിയായിരിക്കും, സാറ്റ് കളി. മണ്ട അടിക്കാൻ പൊട്ടിക്കും. പാത്രിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശിവാജി കണ്ടിട്ടുണ്ടെന്ന്. ഒരു കാര്യം പറഞ്ഞില്ല, എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. പിന്നെ എന്റെ നന്ദിനി ആരും കണ്ണുവെക്കരുത്. നന്ദിനി എന്റേതാണ്. നന്ദിനി ആരും ആഗ്രഹിക്കരുത്. നന്ദിനി ആരും കണ്ണും വെക്കരുത്. ഇതെന്താ മൂന്നാമത്തെ ആള് വന്നിട്ട് ഈ നന്ദിനി നന്ദിനി നന്ദിനി? ഇപ്പൊ അന്യനാണ്. അപ്പൊ അന്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് വരെ പറഞ്ഞിട്ടുണ്ട് അന്യന്റെ ഭാര്യ ആഗ്രഹിക്കരുത്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഇവൾ ആരും കണ്ണുവെക്കുകയും ചെയ്യരുത്, ആരും പിന്നെ ആഗ്രഹിക്കുകയും ചെയ്യരുത്. മനസ്സിലായില്ലേ? 5 കൊല പண்ற. 5 കൊല പண்ற. എന്റെ ഷർട്ട് എല്ലാം കരിയാക്കിയിട്ട് പോണ്. കരിയാക്കല്ലേ പ്ലീസ്. ഷർട്ടല്ല കരിയാക്കരുത് പ്ലീസ്. കരിയാക്കാനും പറ്റില്ല, പൊക്കള് കാണിക്കരുത്. എടാ ഇവരെ പ്രാന്താണ്. 5 കൊല പண்ற. 5 കൊല പண்ற. 5 കൊല. അയ്യോ, എന്റെ കാല്. എടാ ഒരു അപ്പാവ് മരത്തിൽ എന്താ വിചാരിക്കുന്നോ? എങ്ങോട്ട് വേടാ പാക്കണം. അയ്യോ അയ്യോ, അയ്യേ കൊഞ്ഞനം കുത്തി കാണിക്കണം. 5 കൊല. അയ്യോ, നാൻസി, റെമോ, ആര്യമ്മോ, റെമോ. 5 കൊല പண்ற. അയ്യോ, ഞാനൊന്നും ചെയ്തില്ല. അയ്യോ ചേച്ചി ചേച്ചി. 5 കൊല പண்ற. ഒരു അപ്പാവ് മരത്തിൽ എന്താടി അടിക്കുന്നോ? എങ്ങോട്ട് വേടാ പാക്കണം. അയ്യോ അവനാ. സോറി. നിനക്ക് എന്താ സോക്കണം? സത്യം പറ, നീ ആരാണ്? നീ രമയാണോ? നീ രമയാണോ? അല്ല. പിന്നെ നീ അമ്പിയാണോ? നീ അല്ല. പിന്നെ ഞാൻ അന്യനാണോ? നീ അല്ല. പിന്നെ ആരാ നീ? ഞാൻ അമ്പിയല്ല, രമയല്ല, അന്യനുമല്ല. പിന്നെ മാന്യൻ. ഇപ്പൊ ഒറ്റയടിയിൽ മാന്യനായി. ഓക്കെ. 5 കൊല. എടാ 5 കൊല എന്ന് പറഞ്ഞല്ല, 5 കൊല്ലം ഇല്ലേ പരിപാടി തുടങ്ങിയിട്ട്. ഒരു വ്യത്യാസമല്ല, നിങ്ങൾക്ക് നിർത്തി പൊക്കിവിടേ. അത് നീ ഞങ്ങളോടല്ല പറയേണ്ടത്. ഇവിടെ തങ്കച്ചൻ എന്ന് പറഞ്ഞൊരു കോനാമ്പീച്ച് കാണിക്കുന്ന ഒരുത്തനുണ്ട്. അവനോടാ ഇത് പറയേണ്ടത് അല്ലേ? അവനോട് പറയല്ലേ? ഇപ്പൊ തന്നെ അവനോട് പറയാം. അവന്റെ അടുത്ത് പറയാം. ഇടയ്ക്കിടയ്ക്ക് അവൻ വരും. റാം മനോഹർ വേട്ടാവളി എന്നും പറഞ്ഞ അവൻ വരും. അവനോടൊന്ന് പറയണം, 5 വർഷമായില്ലോ നീ ഇത് നിർത്താൻ. കഥാപാത്രം എന്നെ വിട്ടു പോകുന്നില്ലല്ലോ. അയ്യോ, ചുമ്മാ കാര്യമായിട്ട് ഇരിക്കട്ടെ. ഇത് വേദനിക്കുന്നുണ്ട്. അല്ലാതെ നേരത്തെ 2 കഥാപാത്രം വന്നപ്പോഴേ ഇവർക്ക് 2 പേർക്ക് ഇത്തിരി പ്രശ്നം. അപ്പൊ അത് മൂന്നാമത് ഞാൻ തയ്യാറാക്കിയിരുന്നതാ. ഈ ഒരു പെർഫോമൻസിന് മുന്നിൽ ഒരു വലിയ കൈഡി കൊടുക്കാം. അതുപോലെ തന്നെ എനിക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് തരണമെന്നുണ്ട്. തങ്കുന്റെ ബെസ്റ്റ് പെർഫോമൻസ് ഒക്കെ വരുമ്പോ ഞാനൊരു ഉമ്മ കൊടുക്കാറുണ്ട് കേട്ടോ. അതെനിക്ക് ഞാൻ കൊടുത്തേക്കാം. പെർഫോമൻസ് ആയിരുന്നു. തങ്കുനൊരു വലിയ കൈഡി, ഒരു അപ്പോ
നേരത്തെ വിളിച്ച ആ നന്ദി എന്നാണ്. ഇനി ഞാൻ വിളിക്കുന്നത് ഏയ് നന്ദിയില്ലാത്തവളെ. ചേച്ചി നമ്മുടെ തങ്കുവിനെ പറ്റി എന്താ പറയാനുള്ളത്? കൊടുക്കേണ്ടത് മൊത്തം കൊടുത്തിട്ട് ഇപ്പൊ കോളർ ശരിക്കും കൊടുക്കണു. ദൈവമേ, ഇന്ന് കണികണ്ടവരെ നാളെ തന്നെ കിട്ടാത്ത ഉമ്മയൊക്കെ കിട്ടണേ. ഇത് സ്റ്റാർ മാജിക്. ഇനി പവർ കൂടാണ് മോനെ. ശരിക്കും നിങ്ങളുടെ ചിരിവള്ളി പൊട്ടി എന്നുള്ളത് 100% ഗ്യാരണ്ടീഡ് ആണെന്ന് എനിക്കറിയാം. എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ചിരിച്ചെങ്കിൽ നന്നായിട്ട് ഉറക്കം കിട്ടും കേട്ടോ. ബൈ.